ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ മോൻ്റെ പല്ലെടുക്കാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഒരു പല്ല് ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അവന് അലർജി ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്ന കാര്യം ഇവർക്കൊരു ഭയമാണ്. അപ്പം മോൻ അലർജി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് കിംസിലാണ് ഞാൻ കൊണ്ടുപോയത്. പാൽപ്പല്ല് പോയി വരുന്ന ആ ഒരു സമയം നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഒരു ചെറിയ ഭയമുള്ളൊരു സമയമാണ്. എങ്ങനെയായിരിക്കും പല്ല്, നല്ല ഷേപ്പുള്ള പല്ലായിരിക്കുമോ എന്നൊക്കെയുള്ളത്. അങ്ങനെ എന്തായാലും ഞാൻ പീഡിയാട്രിഷ്യൻ ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. മോനൊരു 7 വയസ്സായിട്ടും പല്ലൊന്നും കൊഴിഞ്ഞു പോകാത്തത് കൊണ്ട് ഞാൻ ഈ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 വയസ്സായിട്ടും പല്ല് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇളക്കി മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് മോന് പാൽപ്പല്ലായിട്ട് ഒരു പല്ല് മിസ്സിങ് ആണ്. ഇനി വരുന്ന പല്ലുകളിൽ ആ പല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല്ല് മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രൗഡഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും 8 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാവൂന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഫ്രണ്ടിലുള്ള 4 പല്ല് കുലുങ്ങുകയും ഒരു പല്ലിൻ്റെ അകത്തായിട്ട് മറ്റൊരു പല്ല് പൊടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പാൽപ്പല്ലാണ് ഞങ്ങളിപ്പോൾ ഇളക്കാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇളക്കാൻ പറ്റി. അപ്പോൾ അവന് നല്ല ഭയമുള്ളത് കൊണ്ടായിരുന്നു അവൻ പല്ലിളക്കാതെ ഇരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവൻ ഹാപ്പി തന്നെയാണ്. ഇതുപോലെ പാൽപ്പല്ല് മിസ്സിംഗ് ആയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.